ഈ പവർ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ മനസ്സിലാകും അത് തുടക്കക്കാരായിട്ടുള്ള ആർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. പറയുന്നത് ക്ലിയർ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പം ഇവിടെ നിൽക്കുന്ന 10-20 പേരിൽ ഒരു സ്ത്രീയാണ് ഉള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വയറ്റിന് ഫുഡ് പോയ്സൺ ഉണ്ടായാൽ വെരി ഗോ ഫോർ വാട്ട് ടോയ്ലറ്റ് യു യൂസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ജെൻഡറായിട്ട് ഒരു സ്ത്രീകൾക്ക് ഒബ്വിയസ്ലി കുറച്ച് സെൻസിറ്റൈസ് ലൈക്ക് കുറച്ച് എക്സ്ട്രാ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന സ്ത്രീകൾക്കാണ്. പക്ഷേ ഈ പവർ സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത് തുടക്കക്കാരായിട്ടുള്ള എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അതിനെ അങ്ങനെ കണ്ട് ചർച്ച ചെയ്യുകയാണ് വേണ്ടത്, അല്ലാണ്ട് ഈ പറയുന്ന വ്യൂസിനും ഈ കുറച്ച് റീൽസിന് നിങ്ങൾക്ക് റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് സിനിമാ ഫീൽഡിൻ്റെ എക്സ്റ്റേണലായിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡായിട്ടുള്ള മാധ്യമങ്ങളായ നിങ്ങളെല്ലാവരും ഉൾപ്പെടുന്ന ആൾക്കാർ അതിനെ ചർച്ച അങ്ങനെ എടുക്കാത്തിടത്തോളം കാലം നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് ഈ കാര്യം മുന്നോട്ട് പോവില്ല. ഒരു പേര് പറയാത്ത ഇതും അവിടെ ഒരു പേര് പറഞ്ഞില്ല, നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്നുള്ള വ്യൂസിന് വേണ്ടിയുള്ള ചർച്ചകൾ മാത്രമായിട്ട് സൊസൈറ്റിയിൽ യാതൊരു വ്യത്യാസവും നമ്മൾ വരുത്തില്ല. സോ അത് മാം പറഞ്ഞ പോലെ തന്നെ അതായത് സിനിമാ മേഖലയിലും മറ്റു പല വിഷയങ്ങളും ഉണ്ടല്ലോ. അതായത് ആ കമ്മിറ്റി ചർച്ച ചെയ്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന വേതനം കിട്ടാൻ വൈകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനെയൊന്നും ഒരു മാധ്യമങ്ങളും അന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. ജസ്റ്റ് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള ആ ഒരു സാധനം മാത്രം പൊക്കിപ്പിടിച്ച് കാണിക്കുക, അതിനെ വെച്ച് മാത്രം ചർച്ചകൾ നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പൊ അത് മാത്രം അതിനെയും കൂടെ അഡ്രസ് ചെയ്യാൻ തോന്നില്ലേ? ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ഒരു കാര്യം മാത്രം നിർന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വ്യൂസിനും ലൈക്സിനും ഷെയർസിനും മാത്രമുള്ളൊരു ചർച്ചയാണ്. അല്ലാണ്ട് ആ ചർച്ച കൊണ്ട് ആർക്കും ഒരു വ്യത്യാസം, നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു തൊഴിലിടം എല്ലാവർക്കും എല്ലാ മേഖലയിലും. അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ എനിക്കും ആവശ്യമുള്ളതും അതേപോലെ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്വം. സോ ഐ തിങ്ക് ആ ചർച്ചകൾ ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു സേഫ് സ്പേസ് ഫോർ വർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് കോൺവെർസേഷൻ കണ്ടിന്യൂസ്. ഇത് എല്ലാ വർക്ക് സ്പേസിലും ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചും പ്രതികരിക്കും. അല്ലാണ്ട് സിനിമയിൽ വന്നു വെച്ചിട്ടല്ല ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഈ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യും. അല്ലാണ്ട് സിനിമാ മേഖലയിൽ അങ്ങനെ വന്നു അതുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യും, അങ്ങനെയല്ല നമ്മൾ. നിങ്ങൾ ഭയങ്കരമായിട്ട് തെറ്റായിട്ടാണ് പലരും പറയുന്നത്. അതായത് സിനിമകളിൽ ഇത്ര പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മൾ ഇതേപോലെ അഡ്രസ്സ് ചെയ്യുന്നത് മാത്രം അങ്ങനെയല്ല. സംഭവം പുറത്ത് ഒരു പ്രശ്നത്തെ പുറത്ത് വരുന്ന സമയത്ത് നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യാണ്ട് മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ല, ശരിക്കും നിങ്ങൾ ആക്ടേഴ്സ് ഗ്രൂപ്പ് ഇന്ത്യൻ സിനിമ ഗാലറി ICG മീഡിയയിൽ യു ആർ മേക്കിംഗ് ഷുവർ നിങ്ങളിടുന്ന ഓരോ കണ്ടന്റും. ഞാൻ പറയുക, നമ്മുടെ ചാനലിന്റെ ഓൺലൈൻ മീഡിയയുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്തരം കണ്ടന്റുകളാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഇനാഗ്രേഷൻസ്, ഈ പറഞ്ഞ പോലെ ഓഡിയോ ലോഞ്ച്, ഇവന്റ്സ് കാര്യങ്ങളാണ്. നമ്മൾ സാറ്റലൈറ്റ് ചാനലല്ല. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കുന്ന കണ്ടന്റ് പറഞ്ഞാൽ ന്യൂസ് സംബന്ധമായ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹണി റോസ് ഒരു ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ എല്ലാ വീഡിയോ വൈറലാവുന്നില്ല. ഹണി റോസ് ഇട്ട് വരുന്ന ചില വസ്ത്രങ്ങളുള്ള ഇത് മാത്രമാണ് വൈറലാവുന്നുള്ളൂ. പക്ഷെ അത് നമ്മൾ എടുത്തതല്ല പ്രശ്നം, അത് ഇട്ട് വരുന്നതും അതേപോലെ സംഭവം അങ്ങനെ വരുന്നതുമാണ്. അല്ലാതെ നമ്മളത് ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ നിന്ന് എടുത്ത് മേളിൽ നിന്ന് എടുത്ത് അങ്ങനെയല്ലല്ലോ സംഭവം. അത് പ്രശ്നമല്ലെന്നാണോ താങ്കൾ പറയുന്നത്? അപ്പോൾ അങ്ങനെ വരുന്നത് പ്രശ്നം അല്ലതാണോ പറയുന്നത്? അതായത് ഇപ്പൊ അങ്ങനെ ഒരു ആളിങ്ങനെ ഇതേപോലെ ഡ്രസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലെന്നാണോ പറയുന്നത്? ഞാൻ ഐ എം ആസ്കിങ് യു, എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് അത് ആൻസർ ചെയ്യും. നിങ്ങളുടെ കോണ്ടന്റ് നിങ്ങൾ അങ്ങനെ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വളരെയായിട്ട് ഈ പറഞ്ഞ പോലെ ക്യാപ്ഷൻ കൊടുക്കുന്നില്ല, നമ്മൾ എടുത്ത വീഡിയോ ആണ് ഇടുന്നത്. അതേ, നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലും കാര്യമില്ലേ? ഇങ്ങനെ നമ്മുടെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. ഇതേപോലെ തന്നെ എടുക്കും, അതേപോലെ എങ്ങനെയാണെങ്കിൽ തിരക്കിലാണെങ്കിൽ തിരക്കിന്റെ നല്ല രീതിയിൽ എടുക്കും. അല്ലാണ്ട് നമ്മളത് വേറെ രീതിയിൽ എടുക്കും. അങ്ങനത്തെ ആണ് അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കോമന്റ്സിനെ ഇൻസൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല കോണ്ടന്റും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ കമന്റ്സ് ഉണ്ടായാലും നിങ്ങൾക്ക് റീച്ചും എൻഗേജ്മെന്റും ഉള്ളൂ. അല്ല മാം, അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. അതായത് ഇപ്പം ഹണി റോസിന്റെ ഇപ്പം ഡ്രസ്സിങ്ങിനെ അവര് അതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒരിക്കലും അവരത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ശരിക്കും ആ ഡ്രസ്സ് ഇടുന്നതും ഇടിപ്പിക്കുന്നതും. അതായത് ഒരു സ്പോൺസർ ആണെങ്കിലും ഇടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് അവർ ആരാണോ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്നത് അവരത് പ്രതീക്ഷിച്ച് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഒരു എല്ലാ നടിമാരും അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഹണി റോസ് പോലെ ഉദ്ഘാടനത്തിലാണ് എല്ലാ പരിപാടികളും അങ്ങനെയാണ്. അതായത് ഒരു സമൂഹത്തിലേക്ക് ഒരാൾ വരുന്ന സമയത്ത്
അതാണ് ആൾക്കാർ കമന്റ് ആയിട്ടും ബാക്കി കാര്യങ്ങളായിട്ടും രേഖപ്പെടുത്തുന്നത്. അത് നമ്മൾ ഇടുന്ന സംഭവം അങ്ങനെ ഇടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് ഇതേപോലെ വന്ന് നിൽക്കുന്ന മീഡിയാസ് ആയിരിക്കില്ല. നമ്മുടെ നിന്ന് കണ്ടന്റ് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീടിന്റെ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് മാത്രം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ശരിക്കും അങ്ങനെയുണ്ട്. അതൊരു സത്യാവസ്ഥ. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ എല്ലാത്തിലും രണ്ട് സൈഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ അപ്പം നിങ്ങൾ നിങ്ങളുടെ സൈഡ് ഓക്കെ ആക്കിയാൽ മതി, ബാക്കി സൈഡുകൾ അവർ ഓക്കെ ആക്കട്ടെ. അങ്ങനെ നമ്മൾ മറ്റൊരാൾ മാറ്റാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം. എൻ്റെ തൊഴിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫീമെയിൽ ആർട്ടിസ്റ്റുകളായിരിക്കാം, ജൂനിയേഴ്സ് ആയിരിക്കാം, എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹെയർ ആൻഡ് മേക്കപ്പിലുള്ള ചേച്ചിമാരാക്കാം, അവർക്ക് എനിക്കുള്ള ക്ലീൻ വാഷ്റൂം ആക്സസ് അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ മാക്സിമം നോക്കാറുണ്ട്. ഞാൻ പോകുന്ന സെറ്റുകളിലൊക്കെ എനിക്ക് വാഷ്റൂം ആക്സസ് വേണമെന്ന് ഞാൻ ബഹളം ഉണ്ടാക്കുകയോ ചോദിക്കുകയോ ചെയ്യാണ്ട് പല സെറ്റുകളിലും എനിക്ക് ആക്സസ് കിട്ടിയിട്ടില്ല. കാരണം ഇവരാരും അത് ചിന്തിക്കുന്നില്ല. ചിന്തിച്ച് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അവർ ഓർത്ത് അത് ചെയ്ത് തരുന്നുണ്ട്. അതേ സാധനം എൻ്റെ കൂടെയുള്ള ബാക്കി സ്ത്രീകൾ ഏതെങ്കിലും സ്ത്രീ സംവിധായകരുടെ കൂടെ അല്ലെങ്കിൽ സ്ത്രീ പ്രൊഡ്യൂസറുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് എന്നുള്ളത്, അവർക്ക് പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുകയുള്ളൂ. ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്ന കാര്യം പോലും ആയിരിക്കില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കും, ചിലപ്പോൾ അവർ പറയുന്നത് വരെ അവരുടെ മനസ്സിൽ പോലും ഇല്ലാത്ത കാര്യമായിരിക്കും. പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഈ പറയുന്ന വാഷ്റൂം ആക്സസ് കിട്ടിയിട്ടുണ്ട്, ഞാനത് എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് അവൈലബിൾ ആക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. അത് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക നിങ്ങൾ ചെയ്താൽ നമ്മളെല്ലാവരും വി വുഡ് മേക്ക് എ ബിഗ് ഡിഫറൻസ്. ഇതൊരു സൊസൈറ്റൽ പ്രോബ്ലം അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ മാത്രമല്ല, എല്ലാവർക്കും ഉള്ള പ്രശ്നമല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, നമ്മളെല്ലാവരും കൂടി ചേർന്നാലേ അതിന് പരിഹാരം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ടീച്ചറോ നമ്മളടുത്ത് മോശമായിട്ട് പെരുമാറിയത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മളാരും റിയാക്ട് ചെയ്തു എന്ന് വരില്ല. അങ്ങനെ അതിപ്പോൾ അവിടെ പവർ സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതൊരു ഓഫീസിലാണെങ്കിൽ ഓഫീസിൻ്റെ അഡ്മിൻ ആണെങ്കിലും നമ്മൾ ഇമ്മീഡിയറ്റ്ലി മാനേജറിൻ്റെ അടുത്ത് തിരിച്ച് സംസാരിച്ചു എന്ന് വരില്ല. ചിലവർ ചെയ്യും, അതിനുള്ള ധൈര്യം ചിലവർക്കുണ്ട്. എല്ലാവർക്കും ആ ധൈര്യം ഉണ്ടായി എന്ന് വരില്ല. മാക്സിമം നമ്മൾ തൊഴിലിടങ്ങൾ സേഫ് ആകുക എന്നുള്ളത് അത് എല്ലാവരുടെയും ആവശ്യമാണ്. സ്ത്രീകൾക്ക് ഒബ്വിയസ്ലി അത് ഭയങ്കര വലിയൊരു ആവശ്യമാണ്. പക്ഷേ